കേരളത്തിന്റെ സ്വന്തം ഉത്സവം, സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷം. അതാണ് ഓണം. ഓണത്തിന് പിന്നിൽ വളരെ മനോഹരമായ ഒരു കഥയുണ്ട്. മഹാബലി മഹാരാജാവിന്റെയും വാമനാവതാരത്തിന്റെയും കഥ. അതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. കാലങ്ങൾക്ക് മുൻപ് കേരളം ഭരിച്ചിരുന്നത് മഹാബലി മഹാരാജാവായിരുന്നു. മഹാബലി അസുരവംശജനായിരുന്നുവെങ്കിലും ദുഷ്ട സ്വഭാവമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം വളരെ നീതിപരവും ദാനശീലവും ജനങ്ങളെ സ്നേഹിക്കുന്നവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആരും പട്ടിണി അനുഭവിച്ചിരുന്നില്ല, കള്ളം പറഞ്ഞിരുന്നില്ല, ചതിക്കപ്പെട്ടിരുന്നില്ല. എല്ലാവരും സമത്വത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്നു. സത്യം, സമത്വം, സമൃദ്ധി നിറഞ്ഞ ഒരു സ്വർണ്ണ യുഗം പോലെയായിരുന്നു മഹാബലിയുടെ കാലം. ജനങ്ങൾ അദ്ദേഹത്തെ അതിയായി സ്നേഹിച്ചു. ജനങ്ങളുടെ ഈ സന്തോഷം കണ്ട ദേവന്മാർക്ക് അസൂയ തോന്നി. മഹാബലി ഇത്രയും ശക്തനായാൽ ദേവന്മാരുടെ സ്ഥാനത്തിന് തന്നെ ഭീഷണി ഉണ്ടാകും എന്നവർ ഭയപ്പെട്ടു. അപ്പോൾ അവർ വിഷ്ണുവിനെ സമീപിച്ചു. വിഷ്ണു മഹാബലിയെ പരീക്ഷിക്കാനും നിയന്ത്രിക്കാനും തീരുമാനിച്ചു. അദ്ദേഹം വാമനാവതാരമെടുത്തു. ഒരു ചെറുപ്പക്കാരനായ ബ്രാഹ്മണന്റെ രൂപത്തിൽ അദ്ദേഹം മഹാബലിയുടെ യജ്ഞശാലയിൽ എത്തിയപ്പോൾ രാജാവ് അവനെ ആദരവോടെ വരവേറ്റു. മഹാബലി ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് എന്ത് വേണം? അത് ഞാൻ തരാം. വാമനൻ ചോദിച്ചത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. 3 അടിക്കുറ്റം ഭൂമി. എല്ലാവരും അത്ഭുതപ്പെട്ടു. 3 അടി മാത്രമുള്ള ഭൂമിയോ? എന്നാൽ മഹാബലി വലിയ മനസ്സോടെ അത് സമ്മതിച്ചു. ഉടൻ തന്നെ വാമനൻ തന്റെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു. അവൻ വളർന്നു വളർന്ന് ലോകം മുഴുവൻ നിറയുന്നത്ര വലിയ രൂപമായി. 1-ാം കാൽ വെച്ചത് ആകാശത്ത്, 2-ാം കാൽ വെച്ചത് ഭൂമിയിൽ. ആ 2 അടികളിൽ ലോകം മുഴുവൻ നിറഞ്ഞു. ഇനി 3-ാം കാൽ വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ മഹാബലി വിനയത്തോടെ പറഞ്ഞു, പ്രഭോ, 3-ാം കാൽ എന്റെ തലയിൽ വെച്ചോളൂ. വാമനൻ മഹാബലിയുടെ തലയിൽ കാൽ വെച്ചു. അതോടെ മഹാബലി പാതാളത്തിലേക്ക് അയക്കപ്പെട്ടു. എന്നാൽ വിഷ്ണുവിനെ സന്തോഷിപ്പിച്ചത് മഹാബലിയുടെ ഭക്തിയും ജനസ്നേഹവുമായിരുന്നു. മഹാബലി ജനങ്ങളുടെ നല്ലതിനായി എല്ലാം വിട്ടുകൊടുത്തു എന്നത് വിഷ്ണുവിനെ ഏറെ സ്പർശിച്ചു. അതുകൊണ്ട് വിഷ്ണു മഹാബലിക്ക് ഒരു വരം നൽകി. വർഷത്തിലൊരിക്കൽ സ്വന്തം ജനങ്ങളെ കാണാൻ ഭൂമിയിൽ വരാനുള്ള അവകാശം. അതുകൊണ്ട് തന്നെ ഓണം മഹാബലി രാജാവിന്റെ വരവിനെയാണ് ആഘോഷിക്കുന്നത്. ഓരോ വർഷവും ഓണത്തിന് കേരളത്തിലെ വീടുകൾ പൂക്കളാൽ അലങ്കരിക്കുന്നു, ഓണസദ്യ ഒരുക്കുന്നു, പാട്ടും കളിയും വള്ളംകളിയും തിരുവാതിരയും നടത്തി ആഘോഷിക്കുന്നു. ജനങ്ങളുടെ ഐക്യവും സ്നേഹവും കാണാൻ ഇന്നും മഹാബലി രാജാവ് ഭൂമിയിലെത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഓണം സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും ഉത്സവമായി ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.